പിന്നെ ഞാൻ സേവാപ്രമുഖായി കുറച്ചു കാലം. ആ സേവാപ്രമുഖ കാലത്താണ് സേവയുടെ ധാരാളം ചെറിയ ചെറിയ ബുക്കുകൾ, സേവനപഥം എന്ന് പറഞ്ഞിട്ട് ചെറിയ ചെറിയ ബുക്കുകൾ ഇറക്കി. ഗ്രാമവികാസം, ഗോസേവ, പിന്നെ അതേപോലെ ഈ ആരോഗ്യം, ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ ഹിന്ദിയുണ്ട് ഇഷ്ടം പോലെ. അത് മുഴുവൻ മലയാളമാക്കി. ഇപ്പോൾ അതൊക്കെ മാറിപ്പോയി. ഇപ്പോൾ പുതിയ പുതിയ സാധനങ്ങളാണല്ലോ വന്നത്. അങ്ങനെ ആ കാര്യം കഴിഞ്ഞ ഉടനെയാണ് വനവാസിയിൽ ആളില്ലാതെ വന്ന് വനവാസി കല്യാണ ശ്രമത്തെ എൻ്റെ ചുമതലയായി. അതിൻ്റെ സ്റ്റേറ്റ് ജോയിൻ്റ് ഓർഗനൈസ് സെക്രട്ടറി എന്ന് പറഞ്ഞ് കൽപ്പറ്റ കേന്ദ്രമാക്കിയിട്ട് 2 വർഷം നിന്നു. അത് 2002-ലാണ് പോകുന്നത്. അപ്പോൾ 2003, 2004 ഈ 2 വർഷം ഞാൻ അതിൻ്റെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അതിൻ്റെ സ്റ്റേറ്റ്സിൻ്റെ ആണല്ലോ. അപ്പോൾ എല്ലാത്തിനും അതോറിറ്റി ഓർഗനൈസ് സെക്രട്ടറിമാരാണ്. അപ്പോൾ എൻ്റെ ഒപ്പം പലരും ഉണ്ട്. അപ്പോഴാണ് സ്റ്റേറ്റ് സെക്രട്ടറി വേണം, അതിൻ്റെ അങ്ങനെ പുതിയ പുതിയ ആൾക്കാരൊക്കെ വേണമെന്ന് പറഞ്ഞ് നിലമ്പൂരുള്ള സനൽകുമാർ അഡ്വക്കേറ്റ് ആയിരുന്നു. അദ്ദേഹത്തെ അതിൻ്റെ സെക്രട്ടറിയൊക്കെ ആക്കി ഒരു സംഘടനയൊക്കെ ഒന്ന് വികസിപ്പിച്ച് അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് വന്നതാണ്. അപ്പോഴാണ് ഈ വേറൊരു പ്രവർത്തനം ആരംഭിക്കണം തോന്നിയത്. ട്രൈബിൽ കേരളത്തിൽ 10-36 വിഭാഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ 4-5 ഉണ്ട്. അതിൽ ജനസംഖ്യ കൊണ്ടും മറ്റ് സമൂഹമായിട്ടുള്ള ബന്ധങ്ങൾ കൊണ്ടും പണിയരാണ് ഏറ്റവും പ്രധാനപ്പെട്ട. പണിയർ ഒരു തരത്തിലും മുന്നോട്ട് വരില്ല. വിദ്യാഭ്യാസം കൊണ്ടില്ല, സാമൂഹ്യ സാഹചര്യം കൊണ്ടില്ല, സാമ്പത്തികമായിട്ടില്ല, ഒന്നുമില്ല. കൂരപ്പരയിൽ ഇങ്ങനെ താമസിക്കും, സുഖമായിട്ട് അങ്ങനെ പോകണം. അപ്പോൾ ഇവർക്കിടയിൽ ഒരു പ്രത്യേക എഫേർട്ട് എടുക്കാം, സ്പെഷ്യൽ ആക്ടിവിറ്റി. അങ്ങനെയാണ് ഒരു പ്രസ്ഥാനം തുടങ്ങാമെന്ന് വിചാരിച്ചത്. അത് പേരൊന്നും ആർക്കും അറിയൊന്നുമില്ല. അങ്ങനെ ഒരു അർദ്ധരാത്രിക്ക് തോന്നി പേരിങ്ങനെ ഇടാം, പീപ്പിൾസ് ആക്ഷൻ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ട്രൈബൽ പീപ്പിൾ. അങ്ങനെ 2005 ഓഗസ്റ്റ് 15-ാം തീയതി രജിസ്റ്റർ ചെയ്തു. 3-4 പേരായിട്ട്. ഒന്ന് ഈ വക്കീലുണ്ടായിരുന്നു, പിന്നെ രമേശ് ബാബു എന്ന് പറഞ്ഞ ആളാണല്ലോ ഇപ്പം വനവാസി കല്യാണ ശ്രമത്തിൻ്റെ ഓൾ ഇന്ത്യ ജോയിൻ്റ് ഓർഗനൈസ് സെക്രട്ടറിയാണ്. പിന്നെ ഒരു ഡോക്ടറുണ്ട്, അദ്ദേഹം ഇരിട്ടിയിലാണ് പ്രവർത്തിക്കുന്നത്, ഡോക്ടർ. പിന്നെ ട്രൈബായിട്ടുള്ള 2-3 പേര്. ഇങ്ങനെ എല്ലാം കൂടി ഒരു പത്മനാഭൻ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. പിന്നെ ഒരു സോമൻ. അതിൽ ഈ സനൽകുമാറും സോമനും മരിച്ചുപോയി, ബാക്കി എല്ലാവരും ഉണ്ട്. ഇവരൊക്കെ കൂടി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി. ആ ട്രസ്റ്റിൻ്റെ പേരാണ് പീപ്പിൾ. അങ്ങനെ ആ ട്രസ്റ്റിൻ്റെ കെയർ ഓഫിലാണ് ബാക്കി പ്രവർത്തനം. പീപ്പിൾ അതിൻ്റെ കേന്ദ്രം ഇപ്പോഴും കൽപ്പറ്റയുണ്ട്. ആ കേന്ദ്രം കളഞ്ഞിട്ടൊന്നുമില്ല. അതിനൊരു വെബ്സൈറ്റ് ഉണ്ട്, www.peepwayanad എന്ന് പറഞ്ഞിട്ട്. അത് എൻ്റെ ഇതാണ്. എൻ്റെ വെബ്സൈറ്റ് www.peep.org. അത് ഇപ്പോഴും ലൈവാണ്, ഡൊമൈനിൽ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു സംഘടനയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ തുടങ്ങി. അങ്ങനെയാണ് ഈ കരിന്തണ്ടനിലേക്ക് എത്തുന്നത്. അപ്പം 2005, 2006, 2007, 2008, 2009, 2010 ഈ 6 വർഷം വേറെ ആക്ടിവിറ്റി ഒന്നുമില്ല. അപ്പോൾ ഈ സനൽ എന്ന് പറഞ്ഞ ആൾ മരിച്ചു. പിന്നെ അതിൽ പ്രവർത്തിച്ചിരുന്ന ചിലരൊക്കെ മരിച്ചു, ചെറിയ കുട്ടികളാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു ഒറ്റപ്പെട്ട് കുറച്ച് കാലം. അപ്പോൾ 2 വർഷത്തേക്ക് പിന്നെ ഡള്ളായി പ്രവർത്തനം. പിന്നെയും ഊർജം വെച്ചു. അപ്പോഴാണ് കരിന്തണ്ടൻ എന്നുള്ളൊരു ആശയം മുന്നിൽ വന്നത്. കരിന്തണ്ടൻ ഈ പണിയരായ സമൂഹം കരിന്തണ്ടനെ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. കരിന്തണ്ടൻ ശരിയോ തെറ്റോ മിത്തോ ഇതൊന്നും വിഷയമല്ല. അപ്പോൾ ആ സമൂഹത്തെ കുറച്ചുകൂടെ മുന്നോട്ട് വരാൻ സഹായിക്കുന്ന ഒരു ഐക്കൺ, അതേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് നമ്മളൊക്കെ കാണുന്നത്. അപ്പോൾ അങ്ങനെയാണ് കരിന്തണ്ടനെ കണ്ടെത്തിയത്. അപ്പോൾ കരിന്തണ്ടനെ കണ്ടെത്തി. കരിന്തണ്ടനെ ആരാധിക്കണം. അപ്പോൾ അതിനൊരു ദിവസമൊന്നും നമ്മുടെ ഇല്ല. അപ്പോൾ എന്താ ചെയ്യുക, ഈ മാർച്ച് മാസം 2-ാം ഞായറാഴ്ച എന്ന് കണ്ടെത്തുന്നത് അത് വളരെ രസകരമാണ്. ഈ വിശ്വസിക്കാത്ത ആൾക്കാർക്കൊന്നുമില്ല. അപ്പോൾ അവരുടെ ഇടയിൽ ഇങ്ങനെ തുള്ളിപ്പറയും. ഒരാളിങ്ങനെ ആവേശിച്ച് ഇങ്ങനെ, കാരണം അവരെല്ലാവരും ഈ പണിയരുടെ ഒരു പൊതുസ്വഭാവം, അതെല്ലാ ട്രൈബും അങ്ങനെ തന്നെയാണ്. അവർ ഈ പൂർവികരെ ആരാധിക്കുന്നവരാണ്. അവരെ സംബന്ധിച്ച് പൂർവികർ ശിവനും കൃഷ്ണനും ഈ പറയുന്ന ആൾക്കാരൊന്നും അല്ല. അവരുടെ മുത്തശ്ശൻ, അവരുടെ മുതുമുത്തശ്ശൻ, അവരുടെ മുത്തശ്ശി, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതിൽ 2-3 തലമുറ ആരുടെയും പേരൊന്നും അവർക്ക് ഓർമ്മയില്ല. പക്ഷേ ഇവരുടെ മുമ്പിൽ ഓർമ്മ വരുന്നതെന്ന് വെച്ചാൽ ആ മുത്തശ്ശൻ മരിച്ചത്
ഇവിടെ ഒരു മൃഗത്തിൻ്റെ അക്രമം കൊണ്ടാണ്. വേറൊരു മുത്തശ്ശി മരിച്ചത് കാട്ടിൽ വിറകെടുക്കാൻ പോയപ്പോൾ പാമ്പ് കടിച്ചാണ്. വേറൊരു മുത്തശ്ശി വേറൊരാൾ ആ മരത്തിൽ നിന്ന് വീണാണ്. ആ മരം ഇപ്പോഴും അവിടെ കാണും. ഇതാണ് അവരുടെയൊക്കെ. അപ്പം ഇവരെയാണ് ആവേശിക്കുന്നത്. അപ്പോൾ എന്തു ചെയ്യും ഇവർ? കടുവ അല്ലെങ്കിൽ മൃഗം ആണെങ്കിൽ കൊല്ലണമെങ്കിൽ ഇവർ രാത്രി 12 മണി കഴിഞ്ഞ് അതൊക്കെ വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ തുള്ളി തുള്ളി ആ വീടിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ ഒരു കമ്പൊക്കെ കോലൊക്കെ പിടിച്ച്, അത് ചൂരിലാണ്, അതൊക്കെ പിടിച്ച് ഇങ്ങനെ തുള്ളി തുള്ളി വന്ന് ചിലപ്പോൾ ഈ ആളാണ് ആവേശിക്കണമെന്ന് തോന്നിയാൽ 4 കാലിൽ നടക്കും. ഇങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ നടക്കും. മരത്തിൻ്റെ മുകളിൽ നിന്നാണെങ്കിൽ ചിലപ്പോൾ മരത്തിൻ്റെ മുകളിൽ കയറാൻ ശ്രമിക്കും. ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ചടങ്ങ്. ഇതാണ് കാണൽ, ദൈവം കാണൽ. അപ്പം അങ്ങനെ അത് കുറിച്ചരിലും കുറുമരിലും പണിയരിലും ഈ പറഞ്ഞ മുഴുവൻ സമൂഹങ്ങളിലും ഉണ്ട്. അങ്ങനെ തുള്ളി കുഴപ്പമില്ല എന്നാൽ അങ്ങനെ മാർച്ച് മാസത്തിലെ 2-ാം ഞായറാഴ്ച ആയിക്കോട്ടെ. അങ്ങനെയാണ് കരിന്തണ്ടൻ്റെ ഒരു ദിനം ഉണ്ടായത്. അല്ലേ ഉണ്ടാവില്ല? ഇതൊക്കെ ഭയങ്കര, അങ്ങനെ ചോദിച്ചാൽ പൊതുമേ ആൾക്കാർക്ക് പറയുമ്പോൾ രസം തോന്നും. പക്ഷെ രസമല്ല, അത് വളരെ സീരിയസ് ആണ്. അത് വിശ്വസിക്കാൻ കാരണം എന്താ വെച്ചാൽ ഈ യാത്ര തുടങ്ങിയിട്ട് ഇതുവരെ ഒരു അപകടവും ഉണ്ടായിട്ടില്ല. മോശമാണ്, തെറ്റാണെന്നുണ്ടെങ്കിൽ അത് ഇത്ര ആൾക്കാർ വരുന്നതാണ്. പലതും ഉണ്ടാവാം. ബസ് ആക്സിഡൻ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ ചുരത്തിൽ കൂടിയാണ് നടക്കുന്നത്, ഒരു വണ്ടി തട്ടാം, ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവാം, പോലീസ് ആക്ഷൻ ഉണ്ടാവാം, എന്തൊക്കെ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒന്നും ഇപ്പോഴും ഉണ്ടായില്ല. കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിട്ടില്ല, എനിക്കറിയാം. അപ്പോൾ അത് എനിക്ക് തോന്നി അതൊരു ദൈവത്തിൻ്റെ ഒരു ഭാഗ്യം, ഒരു അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ, അല്ലെങ്കിൽ ആ സങ്കല്പത്തിൻ്റെ. അപ്പോൾ അങ്ങനെ കരിന്തണ്ടൻ യാത്രയാണ് തുടങ്ങിയത്. അതും ഇങ്ങനെ ഒരു ദിവസം രാത്രിയാണ് ഈ തോന്നണേ. കരിന്തണ്ടൻ സ്മൃതി എന്ത് ചെയ്യും? അപ്പോൾ ചുരത്തിൽ കൂടി നടക്കുക. അങ്ങനെ ചുരത്തിൽ കൂടി നടന്നാണ് ഇവിടെ എത്തിയത്. തുടക്കത്തിൽ വെറും 72 പേരെ ഉണ്ടായുള്ളൂ. ഈ നടക്കുന്ന 14 കിലോമീറ്റർ. അപ്പോൾ അന്ന് ചോറ് കൊടുക്കാനൊന്നും ആളില്ല. അപ്പോൾ സ്വയം സേവരായുള്ള ആൾക്കാരുടെ വീടുകളിൽ നിന്ന് ചോറൊക്കെ കൊണ്ടുവന്ന് പിന്നെ അവിടുത്തെ നാട്ടുകാരെല്ലാം കൊണ്ട് അരി വെച്ച് ചോറ് വെച്ച് എല്ലാവർക്കും കൊടുത്ത് വിതരണം ചെയ്ത് അങ്ങനെ ഒരു ഉത്സവമാണ് നാട്ടിലെ. അപ്പോൾ അവിടെ ഒരു കോളനി ഉണ്ട്. കോളനി വെച്ചാൽ വനവാസി കോളനിയല്ല, വേറെ ഇത് വരുന്നുണ്ട്. അവരാണ് ഭക്ഷണമൊക്കെ വയ്ക്കുന്നത്. അവർ അരിയൊക്കെ സംഘടിപ്പിച്ച് കൂട്ടാനൊക്കെ വെച്ച് ഒരു സാമ്പാറും ഒരു ചോറും അത്രയൊക്കെ തന്നെ ഉള്ളൂ. പക്ഷേ അതിന് കുമ്മനമൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. കുമ്മനുണ്ട്, നന്ദേട്ടനുണ്ട്, പിന്നെ ശ്രീധരൻപിള്ള പങ്കെടുത്തിട്ടുണ്ട്. ഇങ്ങനെ പലരും ഉണ്ട്. നമ്മുടെ ഇപ്പോഴും ജഡ്ജാണ് മറ്റേ നഗരേഷ്, ഇവരൊക്കെ അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ IC ബാലകൃഷ്ണൻ MLA ഇവരും പങ്കെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം പേര് 15 വർഷം കൊണ്ട് പങ്കെടുത്തിട്ടുണ്ട്. കുമ്മനമൊക്കെ വന്നിട്ട്, കുമ്മനം മുഴുവൻ നടന്നിട്ടുമൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ സുരേഷ് ഗോപി, അത് പറയാൻ പറ്റേ, സുരേഷ് ഗോപിയും എൻ്റെ അകത്ത് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ വർഷവും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഈ വർഷം ഉണ്ടായിരുന്നു. അതാണ് കരിന്തണ്ടൻ സ്മൃതി യാത്ര. അപ്പോൾ ഒരു 1000-1500 പേരുണ്ടാവും. വയനാട്, മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട്, ഈ 4 ജില്ലകളിൽ ഈ സമൂഹമുള്ളൂ. അവിടെ നിന്നൊക്കെ വണ്ടിയിൽ വരും, പരിപാടി നടത്തും. സ്വയം നിൽക്കാനുള്ളൊരു അതാണ് കരിന്തണ്ടൻ. അതൊരു റിസൾട്ടാണ്. ഇപ്പോൾ അവിടെ ഒരു ബിംബമുണ്ട്, പ്രതിമ. അത് രമേശനാണ് പണിത്, ML രമേശ്, ഈ എറണാകുളത്തുള്ള, കണ്ടിട്ടുണ്ടോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിങ്കല്ലല്ല, ശരിക്കും കോൺക്രീറ്റാണ്. നമ്മളവിടെ ഉണ്ടാക്കി. അതിൻ്റെ 3 ലക്ഷം രൂപയാണ് ചിലവ്. 10 അടി ഉയരമുണ്ട്. ഒരു വലിയ വിഗ്രഹമാണ്. അപ്പോൾ അത് വെക്കുമ്പോഴും വിചാരിച്ചു അത്, കാരണം അങ്ങനെയൊരു സ്ഥലമാണ് അത്, വാഹനങ്ങളുടെ പെരളിയാണ്. അപ്പോൾ അത് എറണാകുളത്ത് നിന്ന് അവിടെ എത്തിക്കുമ്പോഴും പ്രശ്നമുണ്ടായിരുന്നു. കാരണം ഇത് മറിഞ്ഞു വീണു. പൊട്ടുന്ന എല്ലാവരും വിചാരിച്ചേ, കൊണ്ടുപോകുമ്പോഴും പൊട്ടുന്ന വിചാരിച്ചു. പക്ഷേ ഒരു തരി പോലും അതിന് ഒരു പ്രശ്നം ഉണ്ടായില്ല. സാധാരണ വണ്ടി ഓടുമ്പോഴേ മറിഞ്ഞു വീണാൽ അറിയാലോ, ഈ കോൺക്രീറ്റ് പൊട്ടാൻ എന്ത് വിഷമമല്ലോ, ഒന്നും ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ നടന്നു. പിന്നെ അതിൻ്റെ അകത്ത് റിസൾട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അത് കുറച്ചുകൂടി പോസിറ്റീവാണ്. ഇത് പോസിറ്റീവല്ല. അതിലാണ് നമ്മളിങ്ങനെ ട്യൂഷൻ സെൻ്ററുകളായിരുന്നു നമ്മൾ നടത്തിയിരുന്നത്. 4 ജില്ലകളിലും കൂടി ഒരു 40 വരെ നടത്തിയിരുന്നു. പിന്നെ അത് നിന്നുപോയി. അത് പല കാരണമുണ്ട്. അതിന് സാമ്പത്തിക പിൻബലം ഉണ്ടായില്ല. പിന്നെ ആൾക്കാരെ സ്വരൂപിക്കാനുള്ളൊരു ശക്തി കുറഞ്ഞു. പിന്നെ ഞാൻ ഒറ്റയ്ക്കായി. പക്ഷേ ആ കാലത്ത് പഠിച്ചിരുന്ന പലരും, അല്ലെങ്കിൽ നമ്മളായിട്ട് ശ്രമിച്ചിരുന്ന പലരും ഇന്ന്
ഡിഗ്രി കഴിഞ്ഞവരുണ്ട്, PG കഴിഞ്ഞവരുണ്ട്, MSW കഴിഞ്ഞവരുണ്ട്, ജോലി കിട്ടിയവരുണ്ട്, എൻജിനീയറുണ്ട്. അതൊക്കെ ഈ പണിയ സമുദായത്തിൽ നിന്നുള്ള അങ്ങനെയുള്ള ഒരു 10-32 പേരുണ്ട് നമുക്ക്. അതാണ് നമ്മുടെ റിസൾട്ട്. അതിലൊരു കുട്ടിയുടെ കാര്യം വളരെ വിശദമായിട്ട് യൂട്യൂബിലൊക്കെ വന്നിരുന്നു ഒരു 6 വർഷം മുമ്പ്. ഈ മാതൃഭൂമി ചാനൽ അത് വന്നെടുത്തിരുന്നു അവരുടെ വീട്ടിൽ വന്നിട്ട്. സുനന്ദ എന്നാ കുട്ടിയുടെ പേര്. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് നമ്മുടെ ഫുൾ ടൈമർ ആവണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. ഇപ്പോഴും ആഗ്രഹം വിട്ടിട്ടില്ല. ഈ MSW കഴിഞ്ഞ കുട്ടി ഇപ്പോൾ അവിടെ ഓഫീസറാണ് കളക്ടറേറ്റിൽ. അപ്പോൾ ഇങ്ങനെ ആൾക്കാരുണ്ട്. കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നമ്മളങ്ങനെ കുട്ടികളെ വിട്ടിട്ടുണ്ട്. പല ഹോസ്റ്റലും പല സ്ഥലത്തും. തൃശ്ശൂർ, ഈ ഇവിടെ എവിടെയൊക്കെയാണെന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും. CMS കോളേജ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, മഹാരാജ് കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്, തൃശ്ശൂർ കേരളവർമ്മയെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ LLB തൃശ്ശൂർ LLB കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് സാമൂതിരി പഠിപ്പിച്ചിട്ടുണ്ട്. സാമൂതിരി കോളേജാണല്ലോ സാമൂതിരി. പിന്നെ ഉള്ളത് ചെന്നൈ മദ്രാസ് യൂണിവേഴ്സിറ്റി, അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. പോണ്ടിച്ചേരി പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ റീച്ചാണ്. ശരിക്കും വിശദമായിട്ട് പോയിട്ടുള്ളത് ഇടുക്കി ജില്ലയിലാണ്, ട്രൈബൽ മേഖലയിൽ. അത് പ്രത്യേകിച്ച് മുതുവാൻ, മന്നാൻ, ആ 2 വിഭാഗമേ വയനാട്ടിൽ അവിടെ ഉള്ളൂ. പിന്നെയുള്ള ഊരാളിയാണ്. പിന്നെയുള്ളത് മലയരയാണ്. അവർ കുറേ കൂടി ബെറ്ററാണ്. പക്ഷേ ബാക്കി ഞാൻ പറഞ്ഞില്ലേ, ഈ മുതുവ അല്ലെങ്കിൽ മന്നാൻ, അവരൊക്കെ വളരെ വിഷമിക്കുന്ന, നമുക്ക് വിഷമാണെന്ന് തോന്നുന്നേ ഉള്ളൂ. പക്ഷേ ദേ ആർ ഹാപ്പി. കാരണം വെച്ചാൽ പട്ടയമില്ലെങ്കിലും ഏക്കർ കണക്കിന് ഭൂമിയുടെ അധിപന്മാരാണ് അവർ. ഒരു മല മുഴുവൻ അവരാണ് കൊണ്ടു നടക്കുന്നത്. അവരുടെ വീടുകളൊക്കെ നമുക്കും ഒന്നും ആ വീട്ടിൽ സൗകര്യം കുറവാണ്. നത്തിങ്. നമ്മളവിടെ പോയി താമസിച്ച് കഴിഞ്ഞാൽ വളരെ ഹാപ്പിയാണ് നമ്മളൊക്കെ. ഒരു അസ്വസ്ഥതയും നമുക്കുണ്ടാവില്ല. ഭയങ്കര അവർക്ക് നമുക്ക് പല അസൗകര്യങ്ങളും തോന്നും. കുളിക്കാൻ സ്ഥലമില്ലല്ലോ, കുസി പോകാൻ സ്ഥലമില്ലല്ലോ, മൂത്രമൊഴിക്കാൻ എങ്ങനെയാണ്, ഇങ്ങനെ പലതും തോന്നാം. പക്ഷേ വളരെ സുഖമാണ്. ഇപ്പം ഞാൻ പോലും അവിടെ പോയി കുളിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ ഇത് ഉണങ്ങുന്നവരെ ആ തോട്ടിൽ ഇരിക്കും. അത് ട്രൈബിൻ്റെ സ്വഭാവമാണ്. അവർക്ക് വേറെ ഡ്രസ്സൊന്നും വേണ്ട. ഈ ഡ്രസ്സ് തന്നെ നനച്ച് അവിടെ വിരിച്ച് ഉച്ചയ്ക്കേ കുളിക്കുകയുള്ളൂ, കാരണം തണുപ്പല്ലേ. എന്നിട്ട് ഇത് ഉണങ്ങുന്നവരെ ആ തോട്ടിലോ ആ പുഴയിലോ കാണും. ഇങ്ങനെയൊക്കെ ഒരു ജീവിതമുണ്ട് ഇവരുടെ. അപ്പോൾ അങ്ങനെ വളരെ സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നവരാണ്. പക്ഷേ അവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അത് വയനാട്ടിൽ അല്ലെങ്കിൽ ഇടുക്കിയിലൊക്കെ നന്നായിട്ട് മനസ്സിലാവും. ഇവർ തൃപ്തിയാണല്ലോ, മനുഷ്യൻ്റെ തൃപ്തിയാണല്ലോ വലുത്. ഇപ്പോൾ നിങ്ങൾക്ക് അതൃപ്തിയാണല്ലോ, ഇത് പോരാ അത് പോരാ അത് പോരാ. ഇതങ്ങനെയല്ല. വി ആർ ഹാപ്പി. ഇപ്പോൾ ലഭിക്കുന്നത് എന്തോ അതൊക്കെ ഹാപ്പിയാണ്. അപ്പോൾ ആ മനസ്സിൻ്റെ ഉടമകളായതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ബാക്കി മുഴുവൻ. അതുകൊണ്ട് ഭൂമിക്ക് ആധാരം ഉണ്ടാക്കണമെന്ന് അവർക്കില്ല, വീട്ടിലൊരു 2 ലൈറ്റ് ഇടണമെന്ന് അവർക്കില്ല, മക്കളെല്ലാ ദിവസവും പള്ളിക്കൂടത്തിൽ പോകണമെന്ന് അവർക്കില്ല. ഇങ്ങനെയാണ്. ഹാപ്പിയാ, പിന്നെന്തിനാ? ശരിയല്ലേ? നമ്മളങ്ങനെയല്ല, നമ്മളെന്നും അസ്വസ്ഥരാണ്. അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ ഈ അസ്വസ്ഥത അവർക്കില്ല. അത് ഗുണമാണ്. നമ്മളെ പുറമേ നോക്കുന്ന ആൾക്ക് ദോഷമായിട്ട് തോന്നുന്നു. പട്ടിണി എന്നുള്ളത് ഞാൻ ആസമൂത്തി കണ്ടിട്ടില്ല. ഇടുക്കി ജില്ലയിൽ ഞാൻ പട്ടിണി കണ്ടിട്ടില്ല. മഴയൊക്കെ വരുമ്പോഴത്തെ കാലാവസ്ഥയാണ് ഏറ്റവും രൂക്ഷം. അതിൻ്റെ വെള്ളവും ചെളിയും നടക്കാൻ വയ്യായും, പിന്നെ റേഷൻ വാങ്ങാനുണ്ടെങ്കിൽ ആ റേഷൻ കിട്ടാൻ പോകണ്ടേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അസൗകര്യങ്ങളുണ്ട്. പിന്നെ റോഡില്ലാത്ത പ്രശ്നമൊക്കെ അവർക്കുണ്ട്. വഴിയില്ല, കാരണം മുഴുവൻ കുന്നും ചെരുവുകളാണ്. വഴി ഉണ്ടാക്കാൻ സാധ്യമല്ല. പിന്നെ കൂപ്പ് റോഡുകളൊക്കെ അവിടെയൊക്കെ ഉണ്ട്, നടന്നു പോകണം മുഴുവൻ. അതെല്ലാ കോളനിയും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പിന്നെ ഇവിടെയും പോയിട്ടുണ്ട്. ഈ പറഞ്ഞ മന്നാന്മാരെന്ന് പറഞ്ഞാൽ കോഴിമല രാജാവും ആ നാട്ടിലൊക്കെ. പിന്നെയുള്ളത് ഇവരുടെ കലാരൂപങ്ങളാണ്. ഗണപതിയാണ് അവർ ആരാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെല്ലുമ്പോൾ അത്ഭുതങ്ങളുണ്ടായിട്ടുണ്ട്. പിള്ളയാറെന്നാണ് അവർ പറയുക. തമിഴ്നാടായതുകൊണ്ട് പിള്ളയാറിൻ്റെ ഗണപതിയാണ്. അപ്പോൾ ഗണപതി സുബ്രഹ്മണ്യം അവരുടെ ആരാധ്യ ദേവതകൾ. അപ്പോൾ ഇവരെ ആരാധിക്കും. അപ്പോൾ അവിടെ ഒരു ക്ഷേത്രം പോലെയുണ്ട്, അതിൽ പൂജയുണ്ട്. ഇങ്ങനെ ആരതിക്ക് ഉയരും. ചൂടം കത്തിക്കാമെന്ന്. ചൂടം എന്ന് വെച്ചാൽ കർപ്പൂരം. അതിങ്ങനെ കത്തിക്കും അവർ. അതൊക്കെ കത്തിക്കുന്നതാണ് അവരുടെ. അപ്പോൾ ആരെങ്കിലും ആളിങ്ങനെ തുള്ളും,
അത് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉണ്ട്. ചെറിയ ചെണ്ട കൊട്ടും. അവരുടെ ചെണ്ടയും മുതുവാൻ്റെ ചെണ്ടയൊന്നും വലിയ വ്യത്യാസമില്ല, കൈ ഒക്കെ ഒരുപോലത്തെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ദാരിദ്ര്യം എന്നുള്ളത് എനിക്ക് അവിടെ കാണാൻ പറ്റിയിട്ടില്ല. ഈ അരക്ഷിതാവസ്ഥയാണുള്ള ഈ വിദ്യാഭ്യാസം വേണ്ട എന്നുള്ളൊരു തോന്നലിൻ്റെ. പിന്നെ ഇപ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും, 38 പേര് കേരളത്തിലെ വിവിധ കോളേജുകളിൽ പഠിക്കുന്നുണ്ട്, ഈ മുതുവ വിഭാഗത്തിൽപ്പെട്ടവർ. അത് നമ്മുടെ പരിശ്രമമാണ്. ആർക്കും ഇതൊന്നും അറിയില്ല. കാരണം ഇതൊക്കെ എന്താ പ്രവർത്തിക്കുന്നതെന്ന് ആർക്കും നമ്മൾ പ്രസിദ്ധി കൊടുത്തിട്ടില്ലല്ലോ. അതാണ് കാര്യം. അതിനെ സഹായിക്കുന്ന ഒരാളുണ്ട്, രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാലും പ്രചാരകമാണ്. TL രാധാകൃഷ്ണൻ മൂവാഴ്ചക്കാരനാണ്. അദ്ദേഹം അടിമാലി കേന്ദ്രമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അത് ഈ ട്രൈബിന് വേണ്ടി മാത്രമാണ്. അതിൽ ചിലർ, ഒരാളിപ്പോൾ അടുത്ത സമയത്ത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ചേർന്നു വിഷയം പഠിക്കാൻ. ആകെയുള്ളത് സയൻസ് ഒന്നും പറ്റില്ല, ഈ സോഷ്യൽ വിഷയങ്ങളില്ലേ, ഹ്യൂമാനിറ്റീസ് പോലത്തെ ആ വിഷയങ്ങളേ പറ്റുള്ളൂ. സയൻസും മാത്സും ഒരു രക്ഷയില്ല. അതങ്ങനെ അതെന്താണെന്ന് വെച്ചാൽ അവർക്കതിൻ്റെ ഒരു പ്രാധാന്യം അറിയില്ല. കണക്കിൻ്റെയൊക്കെ വെച്ചാൽ ഒന്നും രണ്ടാണ് കൂട്ടി വയ്ക്കുന്നത്. നമുക്ക് അവരെ വെച്ചാൽ അങ്ങനെ കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല, അവർക്കങ്ങനെ ആലോചിക്കേണ്ട കാര്യമില്ല. അതെന്ന് വെച്ചാൽ അതാണ് ജീവിതം. ഇപ്പോൾ നമ്മളൊക്കെ എന്താ കൂട്ടാൻ കാരണം, അത് 1 ന് 2 ആക്കണം, 2 ന് 4 ആക്കണം എന്ന് ആഗ്രഹിച്ച്. അവർക്ക് അതിനെക്കുറിച്ച് കൺസേൺ ഇല്ല, റിയലി. അതുകൊണ്ട് കണക്ക് അവർക്ക് വരില്ല. പിന്നെയുള്ളത് ഈ മറ്റേ ഇതില്ലേ, എന്താണ് പറയുക, ഈ ശാസ്ത്രവും ഇല്ല. അവർ ചെയ്യുന്നതൊക്കെ ശാസ്ത്രീയതയാണെങ്കിലും ആ ശാസ്ത്രം, ഇപ്പം അവിടെ എന്താ മൃഗങ്ങളെ വേട്ടയാടുന്നു, അല്ലെങ്കിൽ മറ്റേ പന്നിയെ പിടിക്കുന്നു ഒക്കെ ഉണ്ട്. ഇതൊക്കെ ചെയ്യുന്ന അവരുടെ ശാസ്ത്രത്തിലാണ്, അമ്പും വില്ലും ഒക്കെ വെച്ചിട്ടാണ്. അത് നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ സാധ്യമല്ല, പക്ഷെ അവരത് ഉണ്ടാക്കുക. അത് ടെക്നോളജിയാണ്. പക്ഷെ അത് ടെക്നോളജി ആയിട്ട് മനസ്സിലാക്കി അതിന് വേണ്ട പുതിയ ഡൈമെൻഷൻസ് ഉണ്ടാക്കുമെന്ന് അവർക്ക് സാധ്യമല്ല. അതിൻ്റെ ആവശ്യമില്ല. അതാണ് ഈ ആവശ്യമാണല്ലോ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് അവരുടെ ജീവിതം. മുതുവ.